കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഒരു ആർട്ടാണെങ്കിൽ നമ്മുടെ ക്ലബ്ബ് അതിലെ വലിയ ആർട്ടിസ്റ്റാണ്. സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനായി സ്ക്വാഡിലെ ഉയർന്ന പ്രതിഫലം പറ്റുന്ന താരങ്ങളെ ഒഴിവാക്കി പകരം സ്മാർട്ട് റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ താരതമ്യേന ചിലവ് കുറഞ്ഞ കളിക്കാരെ കൊണ്ടുവന്ന് ISL കളിച്ചൊടുവിൽ റെലഗേഷൻ ഫൈറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ വിദേശ താരത്തെ റീപ്ലേസ് ചെയ്യുന്നു, കോച്ചിനെ റീപ്ലേസ് ചെയ്യുന്നു. എന്നാൽ കോച്ചിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യവും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റാല തുടരുന്നില്ല എന്നുള്ള കാര്യം കൺഫേം ആയെങ്കിലും ആള് ടെർമിനേഷൻ ഒപ്പുവെക്കാതെ നാട്ടിലേക്ക് പോയതെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം പകരം കൊണ്ടുവരുമെന്ന് പറയുന്ന ആഷ്ലി വെസ്റ്റ്വുഡുമായിട്ട് ധാരണയിൽ എത്തിയിട്ടുണ്ട് എങ്കിലും കരാർ ഒപ്പിടുന്നത് വൈകിയാണ്. കോച്ചിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നതും ചെലവ് പിടിച്ച പണിയാണ്. എന്നാൽ ഒരു സൈഡിൽ കൂടി മറ്റൊരു റൂമർ കേൾക്കുന്നുണ്ട്. നമ്മൾ മർലോണിനെയും വിക്ടറിനെയും ഒഴിവാക്കി പകരം ലൂണയെ തിരികെ കൊണ്ടുവരികയും ഒപ്പം പുതുതായിട്ട് ഗ്രേറ്റ് സ്റ്റുവർട്ടിനെ കൊണ്ടുവരുമെന്നൊക്കെ. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ തൽക്കാലം ഇടഞ്ഞു നിൽക്കുന്ന ഫാൻസിന്റെ വായടപ്പിക്കാൻ മാനേജ്മെന്റിന് കഴിയും. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇനിയും കോംപ്ലിക്കേറ്റഡ് ആവും. ആകെയുള്ള ആശ്വാസം മുഹമ്മദൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്.